നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ പ്രതിപക്ഷമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. കോൺഗ്രസ് നയിക്കുന്ന UDF ആണല്ലോ ഉള്ളത്. കോൺഗ്രസ്, ലീഗ്, പിന്നെ കേരള കോൺഗ്രസ്, ജോസഫ്, RSP എല്ലാ കഷണങ്ങളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ കേരളത്തിന്? 41 സീറ്റുമായിട്ടിരിക്കുന്നുണ്ട്. 2026 ഇവിടെ അധികാരം അങ്ങ് പിടിച്ചെടുത്തേക്കാം. അത് വളരെ നിസാരമായിട്ട് തങ്ങളുടെ കൈകളിലേക്ക് അങ്ങ് എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് CPM കഴിഞ്ഞു പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് വന്ന് നേടിയെടുക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ധാരണ. 2019 19 സീറ്റ് നേടിയതിൻ്റെ അഹങ്കാരവുമുണ്ട്. അന്ന് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടവരാണ് ഈ കോൺഗ്രസ്സുകാർ. ഇപ്പോൾ ഇവിടെ ഇത് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാനായിട്ട് പ്രതിപക്ഷം, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ലീഗ് നമുക്കറിയാം, പിണറായി വിജയനുമായിട്ട് LDFുമായിട്ട് ഒരകൽച്ചയൊന്നുമില്ല. ഒരു നയത്തിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതിതീവ്രമായിട്ടുള്ള വിമർശനങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. ഒന്ന് തൊട്ടുപരട്ടി UDFിനോടൊപ്പം നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ മനസ്സ് LDFിലേക്കുമായിട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ ലീഗ് എന്ന് പറയുന്നത്. ലീഗിനറിയാം കോൺഗ്രസ് വൻ തകർച്ചയിലേക്കാണ് പോകുന്നത്, 2026 അധികാരത്തിൽ വരില്ല എന്ന്. അതുകൊണ്ട് ലീഗ് ഇപ്പോൾ ഒരു നയത്തിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാരെ കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള ജനകീയ വിഷയമെന്ന് പറയുന്നത് ഈ 2023 ഓണക്കാലം കഴിഞ്ഞതോടുകൂടി നമ്മുടെ കേരളത്തിലുള്ള സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്യുന്ന 13 ഇനം സാധനങ്ങൾക്ക് സബ്സിഡി നൽകുന്നുണ്ടല്ലോ. ഈ സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ സപ്ലൈകോയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ പ്രശ്നം മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കാവുന്നതാണ്. ഇതൊന്നും തന്നെ ഇവർ കാണുന്നു പോലുമില്ല. തെക്ക് വടക്ക് നടക്കുകയാണ് സുധാകരനും VD സതീശനും ചെന്നിത്തല നായരും ഒക്കെ. ഈ പണി വയ്യെന്നുണ്ടെങ്കിൽ മതിയാക്കി വീട്ടിലിരിക്കുക. ആവശ്യത്തിനും അതിൽ കൂടുതലായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എത്രയോ തലമുറകൾക്ക് ഇരുന്നുണ്ണാനായിട്ടുള്ളത് അത് ഉണ്ടോണ്ടിരിക്കുക. എന്തിനാണ് ഈ വേഷവും കെട്ടി നടക്കുന്നത്? ഖദർ വസ്ത്രവും ധരിച്ച് അതിന് കുറേ അനുയായികളും എല്ലാവരും ഖദർ വസ്ത്രവും ധരിച്ച് കുമ്പയും ഒക്കെ വീർപ്പിച്ച് കെട്ടി നടക്കുന്ന കുറേ ഉണ്ണാക്കന്മാരാണ് ഈ കോൺഗ്രസ്സുകാർ. ഈ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന് തൊട്ടുമുമ്പ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലവർധനവ് ഉണ്ടാകില്ല, പിടിച്ചു നിർത്തും എന്നാണ്. വിലവർധനവ് പൊതുവിപണിയിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് സബ്സിഡി നൽകുന്ന സാധനങ്ങൾക്ക് മാത്രം, സപ്ലൈകോ വഴി സബ്സിഡി ആയിട്ട് നൽകുന്ന സാധനങ്ങൾക്ക് മാത്രം വിലവർധനവ് ഉണ്ടാകില്ല. 13 ഇനം സാധനങ്ങളാണ്. പക്ഷേ ആ 13 ഇനം സാധനങ്ങൾക്ക് വിലവർധനവ് ഉണ്ടായില്ല. പക്ഷേ ഇതൊന്നും തന്നെ സപ്ലൈകോയിൽ ഇല്ല എന്നുള്ളതാണ്. 90 ലക്ഷം റേഷൻ കാർഡ് ഉപഭോക്താക്കൾ ഉണ്ടെന്നുള്ളതാണ്. റേഷൻ കാർഡ് ഉള്ളവർക്കാണല്ലോ ഈ സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകുക. ഈ 90 ലക്ഷം കുടുംബങ്ങളുടെ റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് ഈ സാധനങ്ങൾ കിട്ടേണ്ടതാണ്. പക്ഷേ സാധനങ്ങൾ ഒരു സപ്ലൈകോയിലും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരൊറ്റ വിഷയം മതി. VD സതീശ, സുധാകര, നിങ്ങൾക്കൊരു വലിയ ജനകീയ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഈ സർക്കാരിനെ 2026 തികയ്ക്കാൻ പറ്റാത്ത രീതിയിൽ, എന്തിന് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇവർക്ക് കെട്ടുകെട്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവർക്ക് നിലം തൊടാൻ കഴിയാത്ത രീതിയിൽ പരിശാക്കാൻ കഴിയുമായിരുന്നു. ഈ ഒരൊറ്റ വിഷയം മാത്രം മതി. അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ വിടുക, മാസപ്പടി
ഗാന്ധിയും വീണ വിജയനും ആ കാര്യങ്ങളൊക്കെ വിടുക, അത് മറ്റൊരു തരത്തിൽ നടക്കട്ടെ. പക്ഷെ ഈ ഒരു ജനകീയ വിഷയം, സാധാരണക്കാരൻ അഭിമുഖീകരിക്കുന്ന വിഷയം നിങ്ങൾ തൊട്ടു നോക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇതിലൊന്നുമല്ല താല്പര്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ഖദർ ഉടയാടെ അഴിച്ചു വെച്ചിട്ട് ഇറങ്ങിപ്പോവുക. നിങ്ങൾ ഇതിനകത്ത് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാനും ഭരണത്തിലിരിക്കാനും യോഗ്യരല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് കഴിയില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഉണ്ണാക്കന്മാരെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്.